പിതാവിനും പുത്രനും പരിശുദ്ധർവായിക്കും സ്തുതി. ആദ്യമുതൽ തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എന്നാൽ നാം പഠിച്ച ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നതാണ് പഴയ നിയമപുസ്തക പഠനങ്ങളുടെ അവസാന ഭാഗത്ത്. ഉപവാസം സംബന്ധിച്ച് സെഖര്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയത്തെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആധുനിക ക്രൈസ്തവ സമൂഹത്തിൽ ഉപവാസം അനുഷ്ഠിക്കുന്ന അനേകം ആളുകളുണ്ട്. ഉപവസിക്കുന്നത് ഏറെ അനുഗ്രഹകരമാണെന്ന് വൈദ്യശാസ്ത്രവും നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ മനുഷ്യൻ അനുഷ്ഠിക്കുന്ന ഉപവാസങ്ങളെയും അവയുടെ ലക്ഷ്യങ്ങളെയും സർവശക്തനായ ദൈവം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് അധികം ആരും ചിന്തിക്കുന്നില്ല. കഴിഞ്ഞ 70 വർഷങ്ങളായി 5-ാം മാസത്തിലും 7-ാം മാസത്തിലും തങ്ങൾ അനുഷ്ഠിച്ചു വരുന്ന ഉപവാസം തുടരണമോ എന്ന് തന്നോട് ചോദിക്കുന്ന പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും ദൈവം നൽകുന്ന മറുപടിയിൽ നിന്ന് മനുഷ്യൻ ദൈവസന്നിധിയിൽ അനുഷ്ഠിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന ഉപവാസങ്ങളുടെ ഉദ്ദേശശുദ്ധി സർവജ്ഞാനിയായ ദൈവം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുവെന്ന് വ്യക്തമാകുന്നു. ദൈവം അവരോട്, നിങ്ങൾ കഴിക്കുന്ന ഉപവാസം കഴിഞ്ഞ 70 വർഷമായി 5-ാം മാസത്തിലും 7-ാം മാസത്തിലും നിങ്ങൾ ഉപവസിക്കുകയും കരയുകയും ചെയ്തുവല്ലോ. വാസ്തവത്തിൽ നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയാണോ ഉപവസിച്ചത് എന്ന് സെഖര്യാവിന്റെ പ്രവചനം 7-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വചനത്തിൽ ദൈവം ചോദിക്കുന്നുണ്ട്. കാരണം ഈ 2 ഉപവാസങ്ങളും അവർ തങ്ങളുടെ സ്വന്തം തീരുമാനപ്രകാരം അനുഷ്ഠിച്ചിരുന്ന ഉപവാസങ്ങളായിരുന്നു എന്നുള്ളതാണ്. 5-ാം മാസത്തിലെ ഉപവാസം നെബൂഖദ്നേസർ യെരുശലേമിനെ തകർത്ത് ദേവാലയം ചുട്ടുകരിച്ചപ്പോൾ ആരംഭിച്ചതായിരുന്നു. നെബൂഖദ്നേസർ തന്റെ ആക്രമണത്തിന് ശേഷം യെരുശലേമിന്റെ ഭരണത്തിനായി നിയമിച്ച ഗെദല്യാവ് എന്ന മനുഷ്യൻ കൊല്ലപ്പെട്ടതിനാൽ ദുഃഖസൂചകമായി അനുഷ്ഠിച്ചിരുന്ന ഉപവാസമായിരുന്നു 7-ാം മാസത്തിലെ ഉപവാസം. അങ്ങനെ തങ്ങൾക്ക് നേരിട്ട ഭയങ്കരവും അതിദാരുണവുമായ നാശനഷ്ടങ്ങൾ ഓർത്ത് ഏറെ വിലാപത്തോടെ 5-ാം മാസവും 7-ാം മാസവുമായി നീണ്ട 70 വർഷങ്ങൾ അവർ നടത്തിയ ഭക്ഷണവർജനങ്ങൾ ഉപവാസങ്ങളായി അത്യുന്നതനായ ദൈവം അംഗീകരിച്ചില്ല. കാരണം അവരുടെ കരച്ചിൽ തങ്ങളുടെ പാപങ്ങളെക്കുറിച്ചുള്ള അനുതാപത്തിൽ നിന്നുള്ളതല്ലായിരുന്നു. സ്വന്തം ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുകയും ദുഃഖിക്കുകയും സങ്കടപ്പെടുകയും പശ്ചാത്താപിക്കുകയും ചെയ്യുന്നതാണ് ഉപവാസത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ഘടകം. അവർ അനുഷ്ഠിച്ച ഉപവാസം എന്ന് പറയുന്നത് അവരുടെ നഷ്ടബോധത്തിൽ നിന്നുണ്ടായ ചില പ്രലപനങ്ങളായിരുന്നു. സ്നേഹവാനായ ദൈവത്തോട് വിശുദ്ധിയിൽ അലിഞ്ഞു ചേരുവാനായി ആയിരുന്നില്ല അവർ ഉപവസിച്ചത്. അവർ ഭക്ഷണം വെടിഞ്ഞത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. അവരുടെ നഷ്ടപ്പെട്ട നഗരത്തോടും കൊല്ലപ്പെട്ട നേതാവിനോടുമുള്ള സ്നേഹത്തെ പ്രതിയായിരുന്നു അവരുടെ ഉപവാസങ്ങളുടെ പ്രധാന കേന്ദ്രമെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്.
തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് അവ ഉപേക്ഷിച്ച് പുതിയ സൃഷ്ടികളായി തീരുന്ന ഉപവാസങ്ങളിലാണ് ദൈവം പ്രസാദിക്കുന്നത്. മറിച്ച് സ്വാർത്ഥ താല്പര്യങ്ങളോടും ഭൗതികമായ ലക്ഷ്യങ്ങളോടും കൂടെ മാനുഷിക ബുദ്ധിയിൽ അനുഷ്ഠിക്കുന്ന ഉപവാസങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് യാതൊരു അനുഗ്രഹവും നേടുവാൻ കഴിയാത്ത കേവലം ഭക്ഷണ വർജനങ്ങളായി മാത്രം തീരുന്നു. അപ്പോഴാണ് നിങ്ങളുടെ ഉപവാസം എനിക്ക് വേണ്ടി ആയിരുന്നുവോ എന്ന് ദൈവം ചോദിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളൊക്കെ ആഴ്ചകളിലും മാസങ്ങളിലൊക്കെ കൃത്യമായി ഉപവസിക്കുന്നവരാണ്, ദശാംശം കൊടുക്കുന്നവരാണ്. എന്നാൽ നമ്മളുടെ ഉപവാസവും നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ദൈവത്തിൽ കേന്ദ്രീകൃതമായിട്ടാണോ നടത്തുന്നതെന്നും നമ്മുടെ ആത്മീയവും ശാരീരികവും മാനസികവുമായ വിശുദ്ധിക്ക് വേണ്ടി നമ്മിൽ കടന്നു വന്നിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് അനുതപിച്ച് അവയെ ഏറ്റുപറഞ്ഞ് ഒരു പുതിയ തീരുമാനമെടുത്താണോ നമ്മൾ ഉപവസിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കണമെന്ന് ഈ എപ്പിസോഡ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഉപവാസത്തെക്കുറിച്ച് സഖര്യാ പ്രവാചകൻ വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ അനേകം സ്ഥലങ്ങളിലും ഉപവാസത്തെക്കുറിച്ച് നാം പഠിക്കുന്നുണ്ട്. നമ്മുടെ പഠനങ്ങളും ചിന്തകളും ആത്മീയമായി ബലപ്പെടുവാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു ദിനം നേരുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.